ഇന്ന് നമുക്കേ കിഴങ്ങും മുരിങ്ങയ്ക്കയും കൂടെ ഒരു മസാലക്കറി ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റാണ് ചോറുണ്ണാനേ. അപ്പം ഞാൻ നമ്മുടെ നാട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ കയറിയപ്പം മുരിങ്ങയ്ക്ക ഇഷ്ടം പോലെ കിടക്കുന്നു. മിലിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങയ്ക്ക അവിടെ അമ്മ പറിച്ചു. അതുകൊണ്ട് തന്നെ ഇതാ അധികം മൂക്കാത്ത ഫ്രഷ് മുരിങ്ങയ്ക്ക. അതുകൊണ്ട് തന്നെ നമുക്കൊരു മസാലക്കറി ഉണ്ടാക്കാം. ഇതാ 2 കിഴങ്ങും 3 മുരിങ്ങയ്ക്കായും എടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം, വായോ. ആദ്യം തന്നെ കിഴങ്ങൊന്ന് തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കാം. മുരിങ്ങയ്ക്കയും നമുക്കൊന്ന് നാരൊക്കെ കളഞ്ഞ് നുരുക്കിയെടുക്കാവേ. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. മുരിങ്ങയ്ക്കായും കിഴങ്ങുമൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായപ്പം നമ്മൾ കിഴങ്ങിട്ട് കൊടുത്തേ. ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് വാട്ടിയെടുക്കുക. കിഴങ്ങൊന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ നമുക്ക് മുരിങ്ങയ്ക്കായും കൂടി ഇട്ട് കൊടുത്തേക്കാവേ. രണ്ടും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. അധികം മൂക്കാത്ത മുരിങ്ങയ്ക്ക ആയതുകൊണ്ടാണ് നമ്മൾ മുറിച്ചിടാഞ്ഞ കേട്ടോ. വലിയ മുരിങ്ങയ്ക്ക കിട്ടുന്നെങ്കിൽ നടുവെ പൊളന്നിടണേ. ഇതുപോലെ അരിഞ്ഞിട്ട് നടുവെ പൊളന്നിടണം. ഇവിടെ കിഴങ്ങും മുരിങ്ങയ്ക്കായും ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് കോരിയെടുക്കാവേ. ചെറിയ ജീരകമാണ് കേട്ടോ. ഒരു 1/2 സ്പൂണേ ഉള്ളേ. അതിട്ട് കൊടുത്തു. കുറച്ച് കടുക് ഇട്ട് കൊടുത്തേ. ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. ഒരു 10-12 ചെറിയുള്ളി ഒന്ന് അരിഞ്ഞതാണ്. ഇതൊന്ന് വാടി വന്നോട്ടെ. ഒരു നുള്ള എണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ. എണ്ണ ഇച്ചിരി കുറവാണ്. ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പം പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞു വെച്ചതാണേ. അതുപോലെ തന്നെ ഒരു ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി വെളുത്തുള്ളി, കുറച്ച് മതിയേ. ഇച്ചിരി കറിവേപ്പില, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. നമ്മളിതുവരെ ഉപ്പിട്ടിട്ടില്ല. ഉപ്പിട്ട് കൊടുക്കും. തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴേ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവേ. മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. എരിവിനനുസരിച്ച് പച്ചമുളകും ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഇടാവുള്ളൂ കേട്ടോ. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ, ചെറിയ സ്പൂൺ കേട്ടോ, മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാല, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കട്ടെ. നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയ്ക്കായും കിഴങ്ങും കൂടെ ഇതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒരുപാട് വേണ്ട, ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം. നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വെന്തോട്ടെ. ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇനി ഇതവിടെ ഇരുന്ന് വേകട്ടെ. നമ്മുടെ മസാലക്കറി എന്താണെന്ന് നോക്കട്ടെ. ഇതാ നോക്കിയേ, കിഴങ്ങും മുരിങ്ങയ്ക്കായും കൂടെയുള്ള മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഒന്ന് ഇടുക. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അതിന് ശേഷം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. സ്റ്റൗ ഓഫ് ചെയ്തു. ഇതാ ഇളക്കി കൂട്ടി ഇങ്ങോട്ട് എടുത്താൽ നമ്മുടെ മസാലക്കറി റെഡി. മുരിങ്ങയ്ക്ക കിഴങ്ങ് മസാലക്കറി. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മുരിങ്ങയ്ക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവേ.
വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പം എരിവും ഇതുമൊക്കെ നിങ്ങളുടെ പാകത്തിനൊന്ന് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.